ഇപ്പോൾ നടക്കുന്ന ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇറാന്റെ തുറുപ്പുചീട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ കാണുന്ന ജലപാതയുടെ ടെമ്പററി ക്ലോസിംഗ് പോലും ചിലപ്പോൾ ആഗോള പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമോസ് കടലിടുക്കാണ് ഇന്ന് ആഗോള വിപണിയെ നിയന്ത്രിക്കുന്നത്. 20-30% ഓയിലും 1/3 നാച്ചുറൽ ഗ്യാസും കടന്നു പോകുന്നത് ഈ കാണുന്ന ഹോർമോസ് കടലിടുക്കിൽ കൂടിയാണ്. ഇനി എങ്ങനെയാണ് അറേബ്യൻ ഗൾഫിനെയും അറേബ്യൻ സീയെയും കണക്ട് ചെയ്യുന്ന വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമോസ് കടലിടുക്ക് ഇന്ന് ആഗോള വിപണിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. ഇന്ന് വേൾഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ സപ്ലൈ ചെയ്യുന്നത്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും 6 രാജ്യങ്ങളാണ്: ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, UAE, ഒമാൻ, സൗദി അറേബ്യ. അതേപോലെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സദേൺ ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ വേൾഡിലേക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 6 രാജ്യങ്ങളും നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ പറ്റും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഹോർമോസ് കടലിടുക്കിന് തൊട്ടടുത്തായിട്ടാണ്. ഇനി സൗദി അറേബ്യ എടുക്കുകയാണെങ്കിൽ ഏകദേശം 80-90% ഓയിലും, ഇനി UAE എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70% ഓയിലും എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. ഇനി ഇമ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഏകദേശം 60%, ചൈനയിലേക്കാണെങ്കിൽ 40%, ഇനി പാകിസ്ഥാനിലേക്കാണെങ്കിൽ ഏകദേശം 90% കടന്നു വരുന്നത്, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോർമോസ് കടലിടുക്കിൽ കൂടിയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഭാഗികമായി മാത്രം അടച്ചിട്ടുള്ള ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ, അതായത് ഓയിലിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ ഒരു ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് ഓയിൽ ഇല്ലാണ്ട്, നാച്ചുറൽ ഗ്യാസ് ഇല്ലാണ്ട് നമ്മുടെ എക്കണോമി മുന്നോട്ട് പോവാത്തൊരു സ്ഥിതിയാണുള്ളത്. അത്തരത്തിൽ ഹോർമോസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഏകദേശം 60-70% ആയിരിക്കും വില വർധന ഉണ്ടാവാനായിട്ട് പോകുന്നത്. അത് ചെന്നെത്തുന്നത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലേക്കായിരിക്കും. ഇന്ന് ഈ ഹോർമോസ് കടലിടുക്ക് ഇറാന്റെ കൺട്രോളിലാണ്. ഇന്ന് നമ്മുടെ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്ന, അതായത് നമ്മുടെ സാമ്പത്തിക വിപണിയെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു കടലിടുക്ക് കൂടിയുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും.